തർക്കമില്ല. അങ്ങനെയുള്ള ഒരു അൻസ്വാരിയായ മനുഷ്യൻ, ഒരു ആലിമായ മനുഷ്യൻ പറയുന്നു, എനിക്ക് എന്റെ പാപ്പമാര് മുഖേന ഞങ്ങളുടെ കുടുംബത്തിൽ സംരക്ഷിച്ചു പോരുന്ന ഈ തിരുശേഷിപ്പ് അതിനെ ബഹുമാനിക്കും, ആദരിക്കുകയും അതിന് വേണ്ടതുപോലുള്ള സംരക്ഷണവും കൊടുക്കണം എന്ന് ഇതുവരെ ഞങ്ങൾ പാരമ്പര്യമായി സംരക്ഷിച്ചു പോന്ന ഈ ഉത്തരവാദിത്വം നിങ്ങളെ ഒരു അമാനത്തായി ഏൽപ്പിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ കൈമാറുന്നു എന്ന് ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് മഹാലോക പണ്ഡിതന്മാരെ മുൻനിർത്തി കൊടുത്തു. ഇയാൾ പറഞ്ഞത് ഒരു പക്ഷേ കളവാണെങ്കിൽ അയാൾ അല്ലേ ചോക്കിക്കോട്ടെ, നമുക്കെന്താ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു കളവ് പറയേണ്ട വല്ല സാഹചര്യവും ആ മനുഷ്യനുണ്ടോ? അതുമാണ് നമ്മളൊന്ന് ചെറുതായി. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് സാമ്പത്തികമായി വല്ല നേട്ടം കിട്ടുമോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇയാൾക്ക് എന്തോ സാമ്പത്തിക ദുരുദ്ദേശമുണ്ട് നോക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക പ്രശസ്തിയും അംഗീകാരവും കിട്ടുമോ? കിട്ടുന്നത് പോവുകയല്ലേ. അയാളടുത്തുള്ള ഒറ്റയ്ക്ക് കൊടുത്താൽ ഉള്ളത് പോവുകയല്ലേ. അപ്പൊ അയാൾക്ക് ഇതുകൊണ്ട് സാമ്പത്തികമായൊരു നേട്ടവും കിട്ടാനില്ല. പ്രത്യേകമായൊരു ബഹുമാനമോ അംഗീകാരമോ പ്രശസ്തിയോ ഇതുകൊണ്ട് അയാൾക്ക് ലഭിക്കാനില്ല. അങ്ങനെ അന്തസ്സിന്റെ പ്രശ്നമോ സമ്പത്തിന്റെ പ്രശ്നമോ ഇതിന്റെ പിന്നിലില്ല എന്ന് സൂര്യപ്രകാശം പോലെ വെളിവായ നിലക്ക് അൻസാരി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ ജനലക്ഷങ്ങളെ മുൻനിർത്തിയും ഈ ആലിമീങ്ങളെ സാക്ഷി നിർത്തിയും കളവ് പറയുമോ? നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കളവ് പറയുകയാണെങ്കിൽ ഈ ജനലക്ഷങ്ങളുടെ മുന്നിൽ സ്വകാര്യമായിട്ട് ബർക്കാത്തി സാദാത്യങ്ങൾ നേരിട്ട് കൊടുത്ത പോലെ കൊടുത്തല്ലത്. ജനലക്ഷങ്ങളുടെ മുന്നിൽ വെച്ച് ലോക പ്രശസ്തരായ ഉലമാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതുകൊണ്ട് അയാൾക്ക് നേട്ടം എന്ത് സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സംശയിക്കാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അന്തസ്സിനോ അഭിമാനത്തിനോ സ്ഥാനമാനങ്ങൾക്കോ വല്ല വളർച്ചയും കിട്ടുമെങ്കിലും ഓക്കെ.